നമസ്കാരം. ഷിബഡിച്ച് ഇന്റർവെൻഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. നമുക്ക് ഇതിനൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ 1.5 മണിക്കൂറുള്ള 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ 4 എണ്ണത്തിൽ ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേമഴക്കാലത്ത് സ്വാദുവാം ഇത്തരി സോദരർക്കൊത്ത് ആസ്വദിക്ക നല്ലു. വംശം എന്ന കവിതയിലെ വരികളാണ്. നല്ല പേമഴക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പേമാരിയുള്ള കൊടും മഴയുള്ള സമയത്ത് സ്വാദുള്ള ഈ തരി, ഏതാണ്? തേങ്ങാത്തരി. അതിനെ കൂടെയുള്ള സഹോദരർക്കൊത്ത് ആസ്വദിക്കാനായിട്ടാണ് ഈ ഉറുമ്പ് എന്ത് ചെയ്യുന്നത്? ഇതിനെയും കൊണ്ട് പോകുന്നത്. ഉറുമ്പിന്റെ പ്രവൃത്തി നൽകുന്ന സന്ദേശം എന്തെന്നാണ് ചോദ്യം. മഴക്കാലത്താണ് ആഹാരത്തിന് രുചി കൂടുന്നത്. സാഹോദര്യമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. പരോപകാരത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അതിന്റെ ഉത്തരം ഏതാണ്? പരോപകാര അധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്നാണ്. 2. ജീവിതത്തിന്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മ. കഥാകഥയിലെ അമ്മ. ഈ വാക്യത്തിന്റെ ആശയത്തിന് ഏറ്റവും യോജിച്ച പ്രസ്താവന ഏത്? അമ്മ എല്ലാവരും ഉപേക്ഷിച്ചു. അമ്മയ്ക്ക് കേൾവി നഷ്ടമായി. അമ്മയുടെ സൗന്ദര്യം നശിച്ചു. അമ്മയ്ക്ക് ഓർമ്മകൾ നഷ്ടമായി. എല്ലാ ശബ്ദങ്ങളിൽ നിന്നും, ജീവിതത്തിന്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കിയ അമ്മ എന്ന് പറയുമ്പോൾ ഓർമ്മകൾ നഷ്ടപ്പെട്ട അമ്മയാണല്ലോ കഥാകഥയിലെ അമ്മ. ശരിയായ പദച്ചേർച്ച കണ്ടെത്തുക എന്നൊരു ചോദ്യമുണ്ട്. മറ്റു, ഏകം, മറ്റനേകം. ഓരോ, ഒറ്റ, ഒരൊറ്റ. അതും തെറ്റാണ്. അത്, അത്, അതത്. ഇറുത്ത് എടുത്തു, ഇറുത്ത് അടുത്തു, ഇറുത്തെടുത്തു. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ശരിയായിട്ട് വരുന്നത് എങ്ങനെയാണ്? മറ്റനേകം, മറ്റ് പ്ലസ് അനേകം. ഒരൊറ്റ, ഒരു പ്ലസ് ഒറ്റ. അതത്, അത് പ്ലസ് അത്. അത് മാത്രമാണ് ഇതിനകത്ത് ശരിയായത്. ഇറുത്തെടുത്തു, ഇറുത്തു പ്ലസ് എടുത്തു. 4ാമത്തെ ചോദ്യം. ആദായത്തിന് പുറമെ ഒരു മുറി പുരയിടം എഴുതി വിറ്റ് ഊണ് കഴിച്ച് തീർന്നു. ഈ പ്രസ്താവനയിൽ തെളിയുന്ന കിട്ടുമാവിന്റെ മനോഭാവം എന്താണ്? കിട്ടുന്ന ആദായത്തിന് പുറമെ ഒരു മുറി പുരയിടം എഴുതി വിറ്റ് തിന്നത് എന്താണ്? ആഹാരത്തോടുള്ള അയാൾ ആർത്തിയാണ് സൂചിപ്പിക്കുന്നത്. തെറ്റായ പദജോടി കണ്ടെത്തുക എന്നൊരു ചോദ്യം കൊടുത്തിരിക്കുന്നുണ്ട്. യന്ത്രം, യാന്ത്രികം. യന്ത്രത്തെ സംബന്ധിക്കുന്നത് യാന്ത്രികം. വ്യവസായം, വ്യവസായികം. അത് തെറ്റാണ്. വ്യാവസായികം എന്നാണ് ശരിക്കും പറയേണ്ടത്. പരിസ്ഥിതിയുടെ അടുത്ത് ചേർത്തിരിക്കുന്ന പാരിസ്ഥിതികം. അത് ശരിയാണ്. സംസ്കാരം, സാംസ്കാരികം. അതും ശരിയാണ്. 6 മുതൽ 8 വരെ ചോദ്യങ്ങൾ രണ്ടെണ്ണത്തിന് 2-3 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നൊരു ചോദ്യമുണ്ട്. വിളകളുടെ പോഷക മൂല്യമല്ല ദൃശ്യചാരുതയാണ് ഏറെ പ്രധാനം. ഈ വാക്യം ഭക്ഷ്യ സംസ്കാരത്തെ കുറിച്ച് നൽകുന്ന സൂചനയുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ വീടിനടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൃഷി ചെയ്യുന്ന ആ കാർഷിക വസ്തുക്കൾ വാങ്ങി കഴിക്കുമ്പോൾ അതിന് പോഷക മൂല്യം ഉണ്ടാവും. എന്നാൽ ദൂരെ ഒരു രാജ്യത്ത് നിന്ന് വരുന്ന ഒരു മെക്സിക്കോയിൽ നിന്ന് വരുന്ന ഒരു ടൊമാറ്റോ, അല്ലെങ്കിൽ സിംലയിൽ നിന്ന് വരുന്ന ഒരു ആപ്പിൾ, ഇതൊക്കെ പോഷക മൂല്യങ്ങൾ